എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു പുതിയ വിഷയവുമായാണ് എത്തിയിരിക്കുന്നത്. മരണത്തിന് ശേഷം ഉള്ള നമ്മുടെ നിലനിൽപ്പ് എന്നതിനെ കുറിച്ചാണ്. മരണം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് ആണോ, അതോ ഒരു തുടർച്ച എന്ന രീതിയിൽ ഒരു കോമയാണോ? അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കേവലം ചാരമായിട്ട് അവിടെ തീരുകയാണോ, അവിടെ അവസാനിക്കുകയാണോ, അതോ അതിന് ഉപരി മറ്റൊരു ലോകം അവിടെ തുറക്കുകയാണോ? ഈ മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വർഗം നരകം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? അതും അല്ലെങ്കിൽ നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ജീവിതം യഥാർത്ഥ ജീവിതമാണോ, ജീവിതം തന്നെയാണോ, അതോ ഇതിന് ശേഷമാണോ മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ മരിച്ചിറങ്ങുന്നത്? എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അപ്പം അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഈ സാധാരണ നമ്മൾ ചർച്ചയിൽ കുറെ ചർച്ചയ്ക്ക് അവസാനമാണ് ഞാൻ മറുപടി പറയാനുള്ളത്. എന്നാൽ ഈ ചർച്ചയിൽ ആദ്യമേ തന്നെ അതിനുള്ള ഉത്തരം, മരണം എന്ന് പറയുന്നത് ഒന്നിന്റെയും ഒരു അവസാനവുമല്ല, ജനനം എന്ന് പറയുന്നത് ഒന്നിന്റെയും തുടക്കവുമല്ല. അതിനപ്പുറത്ത് നമുക്ക് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. ആ എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അപ്പുറത്തുള്ള എക്സിസ്റ്റൻസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ എക്സിസ്റ്റൻസ് എന്താണ്, നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കുക. എന്നാലും മാത്രമല്ലേ നമ്മൾ ഇതിനപ്പുറത്തേക്കുണ്ടോ എന്ന്, ഇവിടെ ഇപ്പോഴും നമ്മുടെ എക്സിസ്റ്റൻസ് എന്താണ്, ഇപ്പൊ എന്താണ് നമ്മൾ എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിച്ചോ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നത്. നമ്മൾ ജീവിച്ചോ എന്നുള്ളതല്ല, ഇപ്പൊ എന്താണ് ഈ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളെ എന്താണ് നമ്മളായിട്ട് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്, എന്താണ് നമ്മുടെ നിലനിൽപ്പ്, ഇവിടെയുള്ള ഈ ഭൂമിയിലുള്ള നമ്മുടെ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ കാണുന്ന ഈ ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന ഇവിടെ ലൈവായിട്ടിരിക്കുന്ന ഇവിടെ അല്ലെ ഈ നിമിഷത്തിൽ നമുക്ക് എന്താണ് നമ്മുടെ നിലനിൽപ്പ്, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കുക. നമ്മൾ എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ മുന്നേയും പിന്നെയും മരണത്തിനും അല്ലെങ്കിൽ ജനനത്തിനും അപ്പുറത്ത് നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും നമ്മുടെ ഈ കാണുന്ന ശരീരം അത് നമുക്കറിയാം, മരണത്തിൽ ചാരമായി പോകും അല്ലെങ്കിൽ മണ്ണായിട്ട് മാറും. അപ്പൊ ആത്മാവ് എന്നൊന്ന് ശരിക്കും ഉണ്ടോ ഈ മരണത്തിന് ശേഷം? തീർച്ചയായിട്ടും വളരെ വ്യക്തതയോടുകൂടി നമ്മൾ പറയേണ്ടുന്ന ഒരു വിഷയമാണ്. പക്ഷെ എന്താണ് ആത്മാവ്, എന്താണ് മനസ്സ്, എന്താണ് പ്രാണൻ, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്ന് പറയുമ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോ തൈത്തിരീയോപനിഷത്ത് പറയുന്നത് നമ്മൾ 5 കോശങ്ങളായിട്ടാണ്, നമ്മുടെ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ആവരണങ്ങൾ പോലെ അല്ലെങ്കിൽ പാളികൾ പോലെയൊക്കെ നമുക്ക് കണക്കാക്കാം. 5 കോശങ്ങളായിട്ടാണ് നമ്മളെ അവര് തൈത്തിരീയോപനിഷത്തിൽ നമ്മളെ വിവരിച്ചിരിക്കുന്നത്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇങ്ങനെയുള്ള 5 കോശങ്ങൾ അല്ലെങ്കിൽ 5 പാളികളെന്നോ, 5 ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 5 ലേയേഴ്സ് എന്നോ തൈത്തിരീയോപനിഷത്തിൽ നമ്മളെ പറ്റി പറഞ്ഞു. അപ്പോൾ അന്നമയ കോശം, അന്നമയം എന്ന് പറയുമ്പോൾ അന്നം എന്ന് വെച്ചാൽ ആഹാരം അല്ലെ. നമ്മൾ ആ ആഹാരം കൊണ്ട് നിലനിൽക്കുന്നത് ഈ ഇരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന ശരീരം, നമ്മുടെ മാംസം, രക്തം, അസ്ഥികൾ ഒക്കെ പെടുന്നതാണ് അന്നമയ കോശം. പ്രാണമയ കോശം അല്ലെ, പ്രാണൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ നിലനിർത്തുന്ന, നമ്മളായിട്ട് നിലനിർത്തുന്ന ഊർജം, നമുക്ക് നിലനിൽപ്പിന് ആവശ്യമായ ഊർജത്തിനെയാണ് പ്രാണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനോമയ കോശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് അല്ലെ. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ വികാരങ്ങളും ചിന്തകളും അല്ലെ സ്വപ്നങ്ങളും ഒക്കെ ഓടി നടക്കുന്ന അല്ലെ ഒരു ആകത്തുകയായിട്ടുള്ളൊരു സ്ഥലമാണ് മനസ്സ്. അതാണ് മനോമയ കോശം. അത് കഴിഞ്ഞാൽ വിജ്ഞാനമയ കോശം. ഏറ്റവും ചെറിയ രീതിയിൽ പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് വിജ്ഞാനമാണ്. ഇവിടെ എന്ത് പറയണം പറയണ്ട, എന്ത് ചെയ്യണം ചെയ്യണ്ട, ഇതൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും വിജ്ഞാനമയ കോശമാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുമല്ലോ, നമ്മൾ ഈ സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ നമുക്ക് കുറെ എനർജിയൊക്കെ വരുമ്പോൾ അടുത്ത ആളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ നേരത്തെ നടന്നുപോയ ഒരു കാര്യത്തിനെ പറ്റി മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ പലതരം അറിവുകൾ, ഇതൊക്കെ എന്താണ് വിജ്ഞാനമയ കോശം എന്നുള്ളതിനെ
ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതാണ് വിജ്ഞാനമയ കോശം. അതുപോലെ ആനന്ദമയ കോശം. ആനന്ദമയ കോശമാണ് ശരിക്കും നമ്മൾ ആത്മാവിനോട് അല്ലെങ്കിൽ ആത്മാവെന്നോ അല്ലെങ്കിൽ ആത്മാവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു പാളിയാണ്. അറിയാലോ, ആനന്ദം എന്ന് വെച്ചാൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ആ സ്പിരിച്വൽ ലെവലിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സമാധി അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരവസ്ഥ, ഇതൊക്കെ തരുന്ന ഒരു പാളിയാണ് ആനന്ദമയ കോശം. അപ്പൊ ഈ ഓരോ പാളികളെ പറ്റി നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റി. നമുക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് അതിനെ പറ്റിയാവാം. എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ഈ ഓരോ കോശങ്ങളെയും പരിപോഷിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓരോ കോശങ്ങളെയും പരിപോഷിപ്പിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണനും പവർഫുള്ളും ആയിട്ടുള്ള ആളായിട്ട് മാറുന്നത്. ശരിക്കും നമുക്ക് സ്പിരിച്വലി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരകായ പ്രവേശത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ പരകായ പ്രവേശമൊക്കെ പറ്റണമെങ്കിൽ ആദ്യം എണീറ്റടക്കാൻ പറ്റണം, അല്ലേ? എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മള് എല്ലാ തലത്തിലും നമ്മൾ ശക്തനായി ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള പ്രാക്ടീസുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? ഈ പറഞ്ഞ 5 കോശങ്ങൾ, അത് പലരുടെ കണ്ടുടെയും പല രീതിയിലും കാണാം. എങ്കിലും ഈ 5 കോശങ്ങൾ എന്താണെന്നും അതിനെ എങ്ങനെയാണ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ, എങ്ങനെയാണ് നമുക്ക് അതിനെ പുഷ്ടിപ്പെടുത്തി എടുക്കുക എന്നുള്ളത് അറിയണം. അങ്ങനെ ആ സ്പിരിച്വൽ ലെവൽ എന്ന് പറയുമ്പോൾ അന്നമയ കോശം, ഈ ശരീരത്തിന് ആരോഗ്യം വേണം. ആ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ, അല്ലേ? അപ്പം രോഗങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രാണശക്തി ഉണ്ടാവണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാവണം, വിജ്ഞാനം ഉണ്ടാവണം. ഇതൊക്കെ ആ ഓരോ മേഖലയും പുഷ്ടിപ്പെട്ടാലാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പരകായ പ്രവേശമെന്നോ അല്ലെങ്കിൽ ത്രികാലജ്ഞാനമെന്നോ ഏതൊക്കെ രീതിയിലുള്ള അല്ലെങ്കിൽ അഷ്ടസിദ്ധികളോ ഒക്കെ കൈവരണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഇരിക്കുന്ന കോശങ്ങളെയും ഓരോ പാളികളെയും നമ്മൾ സ്വയം പുഷ്ടിപ്പെടുത്തി എടുത്താലാണ് നമുക്കത് സാധ്യമാവുന്നത്. അപ്പം ഓരോ കോശങ്ങൾ എന്താണെന്നും അതിനെ എങ്ങനെയാണ് നമുക്ക് പുഷ്ടിപ്പെടുത്തി എടുക്കാൻ പറ്റുന്നതും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങളുടെ ഈ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ വിഷയത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനിയും തുടർന്ന് ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പൊ തുടർന്നുള്ള വീഡിയോസിൽ അതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.